കോൺഗ്രസ് വക്താവ് ശ്രീ സേനാപതി വേണുവിലേക്ക്. ശ്രീ സേനാപതി വേണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ നടക്കുന്ന നിക്ഷേപക സംഗമമടക്കം മറ്റുള്ള വികസനത്തിന് ഇതുവരെ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ശശി തരൂരിന് പോലും പുകഴ്ത്തേണ്ടി വന്ന സാഹചര്യത്തെ അനുഗുണമായി ഉപയോഗിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രീതി തന്നെയാണ് നാളത്തെ നിക്ഷേപക സംഗമത്തിലും ആഗോള നിക്ഷേപ സംഗമത്തിലും കേരളം കാട്ടുന്ന മാതൃക. ഇങ്ങനെ ഒരു വശത്തുകൂടി സംസ്ഥാനം അതിൻ്റെ കുതിപ്പ് തുടരുമ്പോൾ പ്രതിപക്ഷത്തിന് പക്ഷേ ഇപ്പോഴും കിതപ്പാണ്. അജിംഷ, പ്രതിപക്ഷത്തിന് ഒരു കിതപ്പുമില്ല. പ്രതിപക്ഷം അതിശക്തമായി കുതിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങ് ഇൻട്രോയിൽ പറഞ്ഞ ഒരു കാര്യം, ശശി തരൂരിന് പോലും അല്ല, ശശി തരൂർ മാത്രം, ശശി തരൂര് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തിരുത്തേണ്ടതായിട്ട് വന്നിരിക്കും. തിരുത്തേണ്ടതല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചാണ് എന്ന്. ഇവിടെ 2,90,000 പുതിയ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ പുതുതായി വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ കണക്കൊന്ന് പുറത്തേക്ക് വിടും. അതിന്റെ എവിടെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്? കേരളത്തിലെ ഈ 1000-ഓളം പഞ്ചായത്തുകളും 100-200-ഓളം വരുന്ന എന്താ പറയുക, ചെറുതും വലുതുമായ മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ കോർപ്പറേഷനുകളും ഉൾപ്പെടെയുള്ള ഈ കേരളത്തിൽ എവിടെയാണ് ഈ 2.9 ലക്ഷം അല്ലെങ്കിൽ 2,90,000 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിന്റെ രേഖ അത് പുറത്തുവിടണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അത് പുറത്തു വരുന്നില്ല. ഇനി ശശി തരൂരിന്റെ ലേഖനം, ഞാൻ ഈ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ വന്നില്ല. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരള ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ പി രാജീവ് അനൗൺസ്ഡ് ദാറ്റ് വൺ ക്യാൻ നൗ ഓപ്പൺ എ ബിസിനസ് ഇൻ കേരള ഇൻ 2 minutes. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ മന്ത്രി രാജീവ് പറഞ്ഞതായി ലേഖനം മുഴുവൻ വായിക്കൂ താങ്കൾ. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണത്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ ആഗോള ഏജൻസികളെയും, അതായത് അന്താരാഷ്ട്ര ഏജൻസികളെ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ, എന്താണ് ഗ്ലോബൽ ഇക്കോസിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ദേശീയ ഏജൻസി എന്താണ് നിക്ഷേപ സൗഹൃദത്തെ സംബന്ധിച്ചുള്ള അവരുടെ റാങ്കിങ്, ഇതൊക്കെയാണ് താൻ ഡാറ്റകളായി തൻ്റെ മുമ്പിലെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സംസ്ഥാന സർക്കാരിൻ്റേതല്ല ഈ കണക്കുകളൊന്നും. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിൽക്കുന്ന ഏജൻസിയുടെ കണക്കിൽ പ്രകാരമാണെന്ന് ശശി തരൂർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, ശശി തരൂരിന്റെ ആവർത്തനം അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മുടെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് വേണ്ടി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന് വേണ്ടി ഡേറ്റ കൈമാറിയിട്ടില്ല എന്ന് CEO അനൂപ് രാധികയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ. ഇനി മറ്റൊന്ന്, വിവരാവകാശ നിയമപ്രകാരം ഇന്നലെ പുറത്തു വന്ന മറ്റൊരു രേഖയാണ്. അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, റാങ്ക് ഒബ്റ്റൈൻഡ് ബൈ കേരള സ്റ്റേറ്റ് ഇൻ ദ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ലാസ്റ്റ് 5 years. അപ്പൊ അതിന്റെ മറുപടി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റാങ്കിങ്, ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് UTS, യൂണിയൻ ടെറിട്ടറീസ്, therefore no state or union territory is ranked as first, second or third. അപ്പോ മന്ത്രി പി രാജീവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കേന്ദ്രത്തിൽ ശശി തരൂരിന്റെ, ശ്രീ സേനാപതി വേണു, അങ്ങനെ കിടന്ന് കറങ്ങേണ്ടതില്ല. ഒന്ന്, ശശി തരൂർ ഇത് പറഞ്ഞതിന് മുമ്പ് ആന്ധ്ര മുഖ്യമന്ത്രി ദാവോസിൽ വെച്ച് നടന്ന ആഗോള മീറ്റിൽ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ്, തങ്ങളുടെ സ്ഥാനം കേരളം ഇപ്പോൾ അടിച്ചെടുത്തു, അത് അസൂയാവഹമായ രീതിയിൽ കാണുന്നു, തങ്ങളത് തിരിച്ചു പിടിക്കാൻ നോക്കും എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് വലിയ വൈറലായ സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ വസ്തുതകളായി അവിടെ നിൽക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇന്ന് ദേശീയ കൺവെൻഷനിൽ VD സതീശന് പോലും സംസ്ഥാനത്തിൻ്റെ നീക്കത്തെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്നു. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ചെയ്തികളെ കണ്ണടച്ച് കാടടച്ച് എന്തിനേയും എതിർക്കാമെന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ലെന്ന് ശശി തരൂരിൻ്റെ കാര്യത്തിൽ അടക്കം പ്രതിപക്ഷ നേതാവിന് മനസ്സിലായ ഒരു രാഷ്ട്രീയം. ഒന്ന്. രണ്ടാമത്തേത്, കേരളത്തിൻ്റെ നീക്കം അത്ര സുവ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കാവ്യവൽക്കരണത്തിനെതിരെ, അതായത് UGCയുടെ കരട് ഭേദഗതിക്ക് അടക്കമെതിരായ കാര്യങ്ങളിൽ. ഇതിലൊക്കെ VD സതീശന് പോലും പിന്തുണയ്ക്കേണ്ടി വന്നു സർക്കാർ നീക്കങ്ങളെ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെയൊക്കെ നോക്കി കാണേണ്ടത്. സേനാപതി വേണു, അല്ല, ഇപ്പോ നാളെ നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്ന 21, 22 തീയതിയിൽ നടക്കുന്ന നിക്ഷേപകരുടെ എന്താ പറയുന്ന ഒരു കൂട്ടായ്മ,
ആ നിക്ഷേപകരുടെ കൂട്ടായ്മയെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രതിപക്ഷത്തിന് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും നല്ലത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. ഇപ്പൊ ലോക കേരള സഭ കഴിഞ്ഞ ജൂൺ 12, 13, 14 തീയതികളിലാണ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. ജൂണിന് ശേഷം ഇപ്പോൾ 6, 2, 8 മാസത്തോളമായിരിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്ത്? അതൊന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടതില്ലേ? ഇവിടെ റാങ്കിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു, കേരളം നിക്ഷേപ സൗഹാർദ്ദത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് മന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ ഞങ്ങൾ മന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആ റാങ്കിങ്ങിൽ ഏത് ഏജൻസി അല്ലെങ്കിൽ ഗവൺമെന്റ്, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന അവരാണല്ലോ ഇതിന്റെയൊക്കെ റാങ്കിങ് കൊടുക്കേണ്ടത്. അവർക്ക് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു അങ്ങനെ 1, 2, 3 എന്ന് പറയുന്ന ഒന്ന് കേരളത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനോ ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ബിസിനസ് റിഫോംസ് എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ സേനാപതി വേണുവിലേക്ക് എത്താം. ശ്രീ എം ജയചന്ദ്രനും സമ്പത്തും ഒക്കെ ഉണ്ട്. ശ്രീ എ സമ്പത്ത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഒരു ഗുമ്മിന് പറഞ്ഞതല്ല പ്രതിപക്ഷം കിതയ്ക്കുന്നു എന്നത്. അക്ഷരാർത്ഥത്തിൽ കിതയ്ക്കുകയാണ്. കാരണം ഓരോ വിഷയങ്ങളെ, സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, കേരളയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും ഉള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ, ഞാൻ എ സമ്പത്തിലേക്ക് പോവുകയാണ്, ഞാൻ സേനാപതി വേണുവിലേക്ക് എത്താം.